Dear students, today we are going to discuss throughput accounting ratio. Throughput accounting ratio ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്താണെന്നും അതിലെ കൺസെപ്റ്റും അതിലെ കോമ്പോണൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നമുക്ക് ത്രൂപുട്ട് എന്താണെന്ന് അറിയാം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്താണെന്ന് അറിയാം, ബോട്ടിൽ നെക്ക് എന്താണെന്ന് അറിയാം അല്ലേ. അപ്പോൾ അതൊക്കെ ഓരോ ടേമും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു റേഷ്യോ ആണെന്ത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റബിലിറ്റി അണ്ടർ ത്രൂപുട്ട് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോൻ്റെ ഇക്വേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, സെയിൽസ് മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ത്രൂപുട്ട് കിട്ടും. ത്രൂപുട്ട് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ത്രൂപുട്ട് മാത്രം കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് ആ കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഞാൻ പറയുകയാണ് 1 lakh rupees ത്രൂപുട്ട് 1 lakh ഉണ്ട്. കമ്പനി എ എടുക്കുക, കമ്പനി ബി എടുക്കുക. കമ്പനി എക്ക് 1 lakh ത്രൂപുട്ട് ഉണ്ട്, കമ്പനി ബിക്ക് 5 lakh ത്രൂപുട്ട് ഉണ്ട്. എക്സാമ്പിളായിട്ടാണ് 5 lakh ത്രൂപുട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ചിലപ്പോൾ നമ്മൾ എന്ത് പറയും, 5 lakh ഉള്ളത് കൊണ്ട് കമ്പനി ബി ആണ് ബെറ്റർ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇവിടെ ത്രൂപുട്ട് കൂടുതലുള്ളത് കൊണ്ട് ബി ആണ് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ത്രൂപുട്ടിൽ കൂടുതലാണ് അല്ലെങ്കിൽ ത്രൂപുട്ട് കുറവാണ്, അതിൻ്റെ അല്ല ത്രൂപുട്ടിൻ്റെ മാത്രം ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താണ്, ത്രൂപുട്ട് എന്ന് പറയുന്നത് കമ്പനീൻ്റെ പ്രോഫിറ്റ് അല്ല, ആണോ? അല്ല. അതിന് എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 1 lakh പ്രോഫിറ്റ്, 1 lakh ഇവിടെ ത്രൂപുട്ട് ഉണ്ട്, പക്ഷേ 30,000 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടായിരുന്നു വിചാരിക്കുക. ബാക്കി എത്ര ഉണ്ടാവും? 70,000 കമ്പനി എക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെ കമ്പനി ബിക്ക് 5 lakh എന്താണ് ത്രൂപുട്ട് ഉണ്ട്, പക്ഷേ ഒരു 4,80,000 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ 20,000 അവിടെ പ്രോഫിറ്റ് ഉള്ളൂ. കണ്ടോ? അപ്പോൾ അവിടെ ത്രൂപുട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇരിക്കുന്നത്. അവിടെ എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിന് തന്നെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരുന്നത്. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റേഷ്യോ ഉണ്ടാക്കുകയാണ്. ആ റേഷ്യോനാണ് ത്രൂപുട്ട് അക്കൗണ്ടിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ത്രൂപുട്ട് മാത്രം നോക്കിക്കൊണ്ട് നമുക്കൊരു മാനേജറിയൽ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കില്ല, പ്രോഫിറ്റബിൾ ആണോ അല്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടെ അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു അക്കൗണ്ടിംഗ് റേഷ്യോ ഉണ്ടാക്കുകയാണ്. അതിനാണ് എന്ത് പറയുന്നത്, ത്രൂപുട്ട് അക്കൗണ്ടിംഗ് റേഷ്യോ എന്ന് പറയുന്നത്, TPAR. ഓക്കെ, then throughput accounting ratio is equal to return per factory hour or minute divided by cost per factory hour or minute. Return per factory hour per റിട്ടേൺ, ഒരു അതായത് ഫാക്ടറി ഹവറിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള റിട്ടേൺ. അപ്പോൾ അവിടെ എന്താണ്, ഫാക്ടറി ഹവർ എന്ന് പറയുന്നത് നമ്മളുടെ ബോട്ടിൽ നെക്കാണ്. അതായത് ഫാക്ടറി ഹവറിന് ഒരു ലിമിറ്റ് ഉണ്ടാവും, ഒരു ദിവസം ഇത്ര ഫാക്ടറി ഹവറേ കിട്ടുള്ളൂ, അതിൽ മാക്സിമം അവൈലബിൾ ഫാക്ടറി ഹവർ എത്രയാണ്. അപ്പോൾ ഫാക്ടറി ഹവർ എന്ന് പറയുന്നത് ഇവിടെ ബോട്ടിൽ നെക്കാണ് അല്ലേ. അപ്പോൾ റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഓർ മിനിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ ഓർ മിനിറ്റ്. കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ അല്ലേ. അപ്പോൾ ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഫാക്ടറി ഹവറാണ്. അപ്പോൾ ഇവിടെ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് ഫാക്ടറി ഹവറാണ് അല്ലേ. അപ്പോൾ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ ഓർ മിനിറ്റ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ത്രൂപുട്ട് അക്കൗണ്ടിംഗ് റേഷ്യോ കിട്ടും. ഓക്കെ, അതായത് റിട്ടേൺ, ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പോർഷൻ ഒഴിവാക്കി നോക്കുക, റിട്ടേൺ ഡിവൈഡഡ് ബൈ കോസ്റ്റ് അല്ലേ. ശരിക്കും അങ്ങനെയല്ല വരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ എന്താണ്, ബോട്ടിൽ നെക്ക് കൂടെ കൺസിഡർ ചെയ്യുന്നു. റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ. ഓക്കെ, then പറയുന്നത് റിട്ടേൺ പെർ ഫാക്ടറി ഹവർ അല്ലേ, റിട്ടേൺ പെർ ഫാക്ടറി ഹവർ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, നമ്മൾ ലോജിക്കൽ ചിന്തിച്ചാൽ എങ്ങനെയായിരിക്കും, റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ആണ്. അപ്പോൾ റിട്ടേൺ ന്യൂമറേറ്ററും ഫാക്ടറി ഹവർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററും ആയിരിക്കും അല്ലേ. നമ്മൾ ഇക്വേഷനിലേക്ക് നോക്കുക, അങ്ങനെ തന്നെയാണ് നോക്കുക. ത്രൂപുട്ട് പെർ യൂണിറ്റ്, ഇവിടെ റിട്ടേൺ എന്ന് പറയുന്നത് ത്രൂപുട്ട് ആണ് അല്ലേ. നമുക്കറിയാം സെയിൽസ് മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് ത്രൂപുട്ട്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ റിട്ടേൺ എന്ന് പറയുന്നത് ത്രൂപുട്ട് ആണ്. ത്രൂപുട്ട് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിൽ എത്ര ത്രൂപുട്ട് ഉണ്ട്, ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ്. ടൈം പെർ യൂണിറ്റ് ബ്രാക്കറ്റിൽ ദാറ്റ് ഈസ് ബോട്ടിൽ നെക്ക്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താണ്, ബോട്ടിൽ നെക്കാണ്. ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, കൺസ്ട്രെയിൻഡ് ആണ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ആണ്, മാക്സിമം ഇത്ര ടൈമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടൈമാണ് ഇവിടെ ബോട്ടിൽ നെക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് ദാറ്റ് ഈസ് ബോട്ടിൽ നെക്ക്. ഓക്കെ, then പറയുന്നത് കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ അല്ലേ.
കോസ്റ്റ് പെർ ഫാക്ടറി അവർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അവൈലബിൾ ടു ബോട്ടിൽ നെക്ക് അല്ലേ. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ അതിൻ്റെ ബോട്ടിൽ നെക്ക്. എന്താണ് അതിൻ്റെ ലിമിറ്റിംഗ് കേസ്, അതിൻ്റെ ടൈം അല്ലേ. ടൈം ആണെങ്കിൽ ഇവിടെ ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ടൈം അവൈലബിൾ ടു ബോട്ടിൽ നെക്ക്, അപ്പോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അവൈലബിൾ ടു ബോട്ടിൽ നെക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ കാണാം. ഇക്വേഷൻ ഒന്നും കൂടെ പറയാം. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഓർ മിനിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ ഓർ മിനിറ്റ്. നമ്മൾ ലോജിക്കൽ ചിന്തിക്കുക റിട്ടേൺ ഡിവൈഡഡ് ബൈ കോസ്റ്റ്. ഇവിടെ നമ്മൾ ബോട്ടിൽ നെക്ക് കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വരും, റിട്ടേൺ പെർ ഫാക്ടറി ഹവർ. ഫാക്ടറി ഹവർ എന്ന് പറയുന്നത് ബോട്ടിൽ നെക്കാണ്. ദെൻ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്ന ബോട്ടിൽ നെക്കാന്ന് ആലോചിക്കാം. ദെൻ എന്താണ് റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഈസ് ഈക്വൽ ടു റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഈസ് ഈക്വൽ റിട്ടേൺ വരാൻ അവിടെ ത്രൂപുട്ട് വരും അല്ലേ. ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും പെർ ഫാക്ടറി ഹവർ ആണ്. അപ്പോൾ ടൈം പെർ യൂണിറ്റ് ദാറ്റ് ഈസ് ബോട്ടിൽ നെക്ക്. ദെൻ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ, അപ്പോൾ ന്യൂമറേറ്റർ ഫാക്ടറി കോസ്റ്റ് ആയിരിക്കും. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അവൈലബിൾ ടു ബോട്ടിൽ നെക്ക്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എങ്ങനെയാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ ഇല്ല എന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറയാം. അതായത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ 1ന് മുകളിലാണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ദർ ഈസ് പ്രോഫിറ്റ്. ഇഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ലെസ് ദാൻ 1 നമുക്ക് എന്ത് പറയാം, ലോസ് എന്ന് പറയാം. അതായത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ 1ൽ താഴെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാനൊരു ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കണ്ടുപിടിച്ചു 0.89, അപ്പോൾ 1ൽ താഴെയാണ്, അപ്പോൾ അവിടെ ലോസ് ആണ്. ഞാൻ വേറെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ വേറൊരു കേസ് കണ്ടുപിടിച്ചു 1.5, അപ്പോൾ 1ന് മുകളിലാണ്, അവിടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ 1ൽ താഴെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ലോസ് എന്ന് പറയാം. 1ൽ കൂടുതലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇക്വേഷൻസ് ഇതുപോലെ ബൈ ഹാർട്ട് പഠിച്ചുകൊണ്ട് കാര്യമില്ല. എന്താണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഡയറക്റ്റ് ഒന്നും എല്ലാ കേസും തന്നോണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കണം എന്താണ് ബോട്ടിൽ നെക്ക്, അപ്പോൾ ഇവിടെ ഏതാണ് ബോട്ടിൽ നെക്കായിട്ട് വരുന്നത്. കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ കൺസെപ്റ്റ് ക്ലിയർ ആവണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആണ് എങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ 1ൽ കൂടുതലാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്, അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് റിട്ടേൺ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ആണ്. ഇവിടെ റിട്ടേൺ നമ്മൾ കാണുന്നത് ത്രൂപുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കുക, ത്രൂപുട്ട് അല്ലേ. ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ നമ്മൾ എന്താ ചെയ്യുന്നത്, കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫാക്ടറി കോസ്റ്റ് ആണ്. ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ആണ്. ഇവിടെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ലോജിക്കലി നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ലോജിക്കലി നമ്മളിവിടെ ചെയ്യുന്നത് ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ആണ്. ഫാക്ടറി കോസ്റ്റ് ആണ്. അത് ബോട്ടിൽ നെക്ക് കൂടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ലോജിക്ക് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ആണ്. അതായത് ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ ത്രൂപുട്ടിനെക്കാട്ടിലും കൂടുതലാണ് ഫാക്ടറി കോസ്റ്റ് എങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എങ്കിൽ അത് ലെസ് ദാൻ 1 ആയിരിക്കും, അവിടെ ലോസ് ആയിരിക്കും അല്ലേ. ത്രൂപുട്ടിനെക്കാട്ടിലും കൂടുതലാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് എങ്കിൽ അവിടെ ലോസ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ അവിടെ ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ദെൻ ത്രൂപുട്ടിനെക്കാട്ടിലും കുറവാണ് ഫാക്ടറി കോസ്റ്റ് എങ്കിൽ, ത്രൂപുട്ടിനെക്കാളും കുറവാണ് ഫാക്ടറി കോസ്റ്റ് എങ്കിൽ 1ന് മുകളിലേക്ക് പോകും, അപ്പോൾ അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. ഇനി സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കുക, ത്രൂപുട്ടിനെക്കാളും കുറവാണ് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എങ്കിൽ ദർ ഈസ് പ്രോഫിറ്റ്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് അങ്ങനെയാണ്. 1ന് കൂടുതലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ കുറവാണെങ്കിൽ ലോസ് എന്ന് പറയുന്നതിനുള്ള കാരണം അതാണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആലോചിക്കുക. സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളിവിടെ ഇക്വേഷനിലേക്ക് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നെയാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്താണ്, ത്രൂപുട്ടിനെക്കാട്ടിലും കുറവാണെങ്കിൽ അവിടെ ഗ്രേറ്റർ ദാൻ 1 കിട്ടും, അപ്പോൾ എന്താണ് അവിടെ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ത്രൂപുട്ടിനെക്കാളും കൂടുതലാണെങ്കിൽ ലെസ് ദാൻ 1 കിട്ടുക, അപ്പോൾ അവിടെ ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിംഗ് റേഷ്യോ എന്താണെന്ന് പറഞ്ഞു. എന്താണ് ത്രൂപുട്ട് അക്കൗണ്ടിംഗ് റേഷ്യോ? എന്താണ് ത്രൂപുട്ട് അക്കൗണ്ടിംഗ് റേഷ്യോ? ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു മെഷർ ദ പ്രോഫിറ്റബിലിറ്റി അണ്ടർ ത്രൂപുട്ട് അക്കൗണ്ടിംഗ്. ആൻഡ് ത്രൂപുട്ട് അക്കൗണ്ടിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ. റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അവൈലബിൾ ടു ബോട്ടിൽ നെക്ക്. Okay, if the throughput accounting ratio is greater than 1, we can say there is profitability. If the throughput ratio is less than 1, the company incur loss. Okay, അപ്പോൾ 1ൽ കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, 1ൽ കുറവാണെങ്കിൽ ലോസ് ആയിരിക്കും. ക്ലിയർ? ഇത് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിംഗ് റേഷ്യോൻ്റെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. A company manufactured a single product A. Selling price per unit is rupees 25. Material cost per each unit product sold is rupees 10.
Total operating expense is 1 lakh. Labor hours available are 25 hours each month. Each unit of product takes 3 hours to assemble. Calculate the throughput accounting ratio. Okay. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കാം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് 25, മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് 10, ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, അതായത് ഫാക്ടറി കോസ്റ്റ് വന്നിട്ടുണ്ട് എത്രയാണ് 1 lakh. ലേബർ അവേഴ്സ് അവൈലബിൾ 25,000 hours ഈച്ച് മന്ത്. ഓരോ മാസത്തോടെ മാക്സിമം 25,000 ലേബർ അവേഴ്സാണുള്ളത്. അപ്പോൾ അതൊരു ലിമിറ്റിംഗ് കേസാണ്, അതൊരു ബോട്ടിൽ നെക്കാണ്. ഓക്കെ. ദെൻ ഈച്ച് യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ടേക്ക് 3 hours ടു അസംബിൾ. ഓരോ പ്രോഡക്റ്റും എന്താണ് 3 hours എടുത്തിട്ടാണ് നമ്മൾ അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ അതും എന്താണ് ഒരു ലിമിറ്റിംഗ് കേസാണ്, അതൊരു ബോട്ടിൽ നെക്കായിട്ട് നമുക്ക് പറയാം. ഓക്കെ. ദെൻ നമുക്ക് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ആണ്. അപ്പോൾ എന്തായാലും ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോൻ്റെ ഇക്വേഷൻ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ TPAR ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഡിവൈഡഡ് ബൈ റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഡിവൈഡഡ് ബൈ ഫാക്ടറി ഹവർ ഡിവൈഡഡ് ബൈ റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ. കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ. കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ. കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ. ഓക്കെ. നമ്മൾ റിട്ടേൺ പെർ ഫാക്ടറി ഹവർ കാണണം. അപ്പോൾ റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഈസ് ഈക്വൽ ടു റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ റിട്ടേൺ പെർ ഫാക്ടറി ഹവർ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് അല്ലേ? ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ്. ടൈം പെർ യൂണിറ്റ്. ഇവിടെ ത്രൂപുട്ട് എത്രയാണ് നോക്കുക? ത്രൂപുട്ട് നമുക്കറിയാം എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇവിടെ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്? 25 പെർ യൂണിറ്റ് ആണ്. അപ്പോൾ 25 മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ. 25 മൈനസ് 10 ദാറ്റ്സ് ഈക്വൽ ടു 15. ഇപ്പോൾ ത്രൂപുട്ട് കിട്ടി എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ്. ഒരു പ്രോഡക്റ്റ് അസംബിൾ ചെയ്യാൻ എത്ര അവേഴ്സ് എടുക്കുന്നതാണ് ഇവിടെ ബോട്ടിൽ നെക്കായിട്ട് പറയുന്നത് അല്ലേ? റിട്ടേൺ പെർ ഫാക്ടറി ഹവർ കാണുന്ന സമയത്ത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അസംബ്ലിംഗ് ടൈമാണ് ഇവിടെ ബോട്ടിൽ നെക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അസംബിൾ ചെയ്യാൻ 3 hours ആണ് എടുക്കുന്നത്. 15/3 ദാറ്റ്സ് ഈക്വൽ ടു 5. ഓക്കെ. അതായത് റിട്ടേൺ പെർ ഫാക്ടറി അവർ ഇവിടെ നമ്മൾ എടുക്കുന്നത് അസംബ്ലി പെർ ഫാക്ടറി അവർ ആണ്. അതായത് അസംബിൾ ചെയ്യാനുള്ള ടൈമാണ് നമ്മളിവിടെ ബോട്ടിൽ നെക്കായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ത്രൂപുട്ട് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് 15 ആണ്. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രോഡക്റ്റ് അസംബിൾ ചെയ്യാൻ 3 hours എടുക്കുന്നുണ്ട്. അപ്പോൾ 15/3 ദാറ്റ്സ് ഈക്വൽ ടു 5. നമ്മൾ കോസ്റ്റ് പെർ ഫാക്ടറി അവർ കാണണം. കോസ്റ്റ് പെർ ഫാക്ടറി അവർ കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അവൈലബിൾ ഫോർ ബോട്ടിൽ നെക്ക് അല്ലേ? അപ്പോൾ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ്? 1 lakh. ടോട്ടൽ ഫാക്ടറി ഹവേഴ്സ് എത്ര അവൈലബിൾ ആയിട്ടുള്ളത്? 25,000 ഡിവൈഡഡ് ബൈ 25,000 ദാറ്റ്സ് ഈക്വൽ ടു 4. ദാറ്റ്സ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എന്ത് കാണാം? TPAR ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാണാം. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു റിട്ടേൺ ഓർ അസംബ്ലി പെർ ഫാക്ടറി അവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 5. അതുപോലെ തന്നെ കോസ്റ്റ് പെർ ഫാക്ടറി അവർ 4. 5/4 ദാറ്റ്സ് ഈക്വൽ ടു 1.25. 1.25. അപ്പോൾ ഇവിടെ എന്താണ്? ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത് 1ന് മുകളിലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. ഓക്കെ. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. കാരണം 1ന് മുകളിലാണ്. ഓക്കെ. ഇത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. Bharat Meal Limited manufacture 4 different products, but due to limited machine hours, company no longer able to meet demand for all of 4 products. In order to decide which product should be preferred in production, you are provided with the following data. നമ്മൾക്ക് എന്താണ് ഒരു 4 types ഓഫ് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതിൻ്റെ സെയിൽസ് പ്രൈസ് വന്നിട്ടുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അതായത് ടൈമാണ് ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. നമ്മളോട് പറയുന്നത് ഏത് പ്രോഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ പ്രോഡക്റ്റ് മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഹീമറ്റൈറ്റ് ഉണ്ട്, ജിയോറ്റൈറ്റ് ഉണ്ട്, ലെമനൈറ്റ് ഉണ്ട്. ഓക്കെ. 4 പ്രോഡക്ട്സ് ആണുള്ളത്. ഓക്കെ. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? മെഷീൻ അവേഴ്സ് ലിമിറ്റഡ് ടു 5,000. മാക്സിമം മെഷീൻ അവേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഈ പ്രോബ്ലത്തിന് വേണ്ട ആവശ്യമില്ല. കാരണം ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് തന്നിട്ടുണ്ട്. പെർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റും ടൈമും ഒക്കെ പെർ യൂണിറ്റ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ എന്താണ് ടോട്ടൽ ഫാക്ടറി അവേഴ്സിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല.
ദെൻ കാൽക്കുലേറ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ. നമ്മളോട് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ഇതിൽ മാഗ്നൈറ്റ് വേണോ അല്ലെങ്കിൽ ഹെമണൈറ്റ് വേണോ അല്ലെങ്കിൽ ജിയോതൈറ്റ് വേണോ അല്ലെങ്കിൽ ലെമണൈറ്റ് വേണോ എന്ന് നമ്മളോട് ഡിസൈഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു റിട്ടേൺ പെർ ഫാക്ടറി ഹവർ divided by return per factory hour divided by cost per factory hour അല്ലേ? cost per factory hour. നമ്മൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാണണം. അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് എന്താണ്? റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ആണ് കാണേണ്ടത് അല്ലേ? റിട്ടേൺ പെർ ഫാക്ടറി ഹവർ കാണണം. റിട്ടേൺ പെർ ഫാക്ടറി ഹവർ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റിൻ്റെയും റിട്ടേൺ പെർ ഫാക്ടറി ഹവർ കാണാം ആദ്യം. ഓക്കെ, അപ്പോൾ റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ആദ്യം തന്നെ മാഗ്നൈറ്റ് നമ്മൾ എം എന്ന് ഡിനോട്ട് ചെയ്യാം പ്രോഡക്റ്റിനെ. ഓക്കെ, സെല്ലിംഗ് പ്രൈസ്, ഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര വരുന്നത്? 300 ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് 150 ആണ്. ഓക്കെ, അപ്പോൾ ത്രൂപുട്ട് എത്ര വരും? 300 മൈനസ് 150 എത്ര വരും? 150. ഓക്കെ, ദെൻ എന്താണ്? ടൈം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് ടൈം? എത്രയാണ് ടൈം ലിമിറ്റ്? ഓരോ കേസിലുള്ള ടൈം തന്നിട്ടുണ്ട്. എത്രയാണ്? 30 മിനിറ്റ്സ്. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ എന്ത് കിട്ടി? 150 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിട്ടേൺ പെർ ഫാക്ടറി അവർ കിട്ടും. 150 ഡിവൈഡഡ് ബൈ 30 ഈസ് ഈക്വൽ ടു 5. ദെൻ അതേപോലെ അടുത്ത പ്രോഡക്റ്റ് എൻ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് 450. അതുപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ 320. അപ്പോൾ 450 320 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ത്രൂപുട്ട് കിട്ടും. ത്രൂപുട്ട് വരുന്നത് 130. ടൈം അവൈലബിൾ ആയിട്ടുള്ളത് 45. ഓക്കെ, അപ്പോൾ 130 ഡിവൈഡഡ് ബൈ 45 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? റിട്ടേൺ പെർ ഫാക്ടറി അവർ കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 2.89. ഓക്കെ, ദെൻ അതുപോലെ അടുത്തത് ജിയോതൈനാണ്. നമുക്ക് ജി എന്ന് ഡിനോട്ട് ചെയ്യാം. ടോട്ടൽ അവിടെ അവൈലബിൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 350 ആണ്. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് തന്നിട്ടുള്ളത് 150 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ത്രൂപുട്ടാണ്. ത്രൂപുട്ട് വരുന്നത് 200 ആണ്. ഓക്കെ, ദെൻ അവിടെ ടൈം വരുന്നത് എത്രയാണ്? 60 ആണ്. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 60 ദാറ്റ്സ് ഈക്വൽ ടു 3.33. ഓക്കെ, ഇതിന് അടുത്ത പ്രോഡക്റ്റ് ഏതാണ്? ലെമണൈറ്റ് ആണ്. നമുക്ക് എൽ എന്ന് ഡിനോട്ട് ചെയ്യാം. അവിടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 750 ആണ്. മെറ്റീരിയൽ വരുന്നത് 600 ആണ്. അപ്പോൾ ത്രൂപുട്ട് 750 ഡിവൈഡഡ് ബൈ 600 150. ദെൻ 150 ഡിവൈഡഡ് ബൈ ടൈം ചെയ്യണം. ടൈം അവിടെ അവൈലബിൾ ആയിട്ടുള്ള 20 ആണ്. 150 ഡിവൈഡഡ് ബൈ 20 ദാറ്റ്സ് ഈക്വൽ ടു 7.5. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോയിലെ റിട്ടേൺ പെർ ഫാക്ടറി അവർ കിട്ടി. ഓരോ പ്രോഡക്റ്റിൻ്റെ റിട്ടേൺ പെർ ഫാക്ടറി അവർ കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ കോസ്റ്റ് പെർ ഫാക്ടറി അവർ കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കേസിലുള്ള ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് പെർ ഫാക്ടറി അവർ കാണണം. കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ കാണണം. ഓക്കെ, ഓരോ കേസിലുള്ള എൻ അതുപോലെ തന്നെ MHGL അങ്ങനെ എല്ലാ കേസിലുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെ കേസിലുള്ള കോസ്റ്റ് പെർ ഫാക്ടറി അവർ കാണണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് തന്നിട്ടില്ല. അതിന് പകരം എന്താണ്? ഓരോ കേസിലുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനെ നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ കിട്ടും. അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ എന്താണ്? ടൈം. ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ടൈമാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് മൊത്തമായിട്ടുള്ള ഫാക്ടറി കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹവേഴ്സ് ചെയ്തു. ഇവിടെ നമുക്ക് എന്താണ്? ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് അല്ല തന്നിട്ടുള്ളത്, ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? കോസ്റ്റ് പെർ ഫാക്ടറി അവർ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പ്രോഡക്റ്റ് എമ്മിൻ്റെ കേസിൽ അവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 90 ആണ്, ടൈം 30 ആണ്. അപ്പോൾ 90/30 ദാറ്റ്സ് ഈക്വൽ ടു 3. ദെൻ അടുത്തത് പ്രോഡക്റ്റ്
എച്ചിന് 160 ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. 160 ഡിവൈഡഡ് ബൈ 45 ദാറ്റ്സ് ഈക്വൽ ടു 3.56. ഇതിനടുത്തത് പ്രോഡക്റ്റ് ജീൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 60 ദാറ്റ്സ് ഈക്വൽ ടു 1.33. ഇതിനടുത്തത് ലെമണൈറ്റ് ആണ്. എല്ലിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 400 ആണ്. 400 ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 20. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് പെർ ഫാക്ടറി അവർ കിട്ടി. അപ്പോൾ നമ്മൾ ഓൾറെഡി റിട്ടേൺ പെർ ഫാക്ടറി അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് പെർ ഫാക്ടറി അവറും കണ്ടുപിടിച്ചു. ദെൻ റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെ കേസിലുള്ള ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പ്രോഡക്റ്റ് എമ്മിൻ്റെ കേസിലുള്ള ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ നമ്മൾ ആദ്യം തന്നെ എന്താണ് റിട്ടേൺ പെർ ഫാക്ടറി അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 എന്താണ് കോസ്റ്റ് പെർ ഫാക്ടറി അവർ കണ്ടുപിടിച്ചു 3 ആണ്. 5/3 ദാറ്റ്സ് ഈക്വൽ ടു 1.67. ഓക്കെ, ഇതിനടുത്തത് പ്രോഡക്റ്റ് ജെമനൈറ്റ് ആണ്. അതിൻ്റെ എച്ച് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, എച്ചിൻ്റെ റിട്ടേൺ പെർ ഫാക്ടറി അവർ എത്രയായിരുന്നു? റിട്ടേൺ പെർ ഫാക്ടറി അവർ 2.89 ആയിരുന്നു. അപ്പോൾ 2.89 ഡിവൈഡഡ് ബൈ അതിൻ്റെ കോസ്റ്റ് പെർ ഫാക്ടറി അവർ എത്രയായിരുന്നു? 3.56 ആയിരുന്നു. ഡിവൈഡഡ് ബൈ 3.56 ദാറ്റ്സ് ഈക്വൽ ടു 0.81. അതുപോലെ അടുത്തത് പ്രൊഡക്റ്റ് ജീൻ്റെ കേസിൽ 3.33 ആണ് അതിൻ്റെ റിട്ടേൺ പെർ ഫാക്ടറി അവർ എന്ന് പറയുന്നത്. അപ്പോൾ 3.33 ഡിവൈഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ എന്ന് പറയുന്നത് 1.33 ആയിരുന്നു. ഡിവൈഡ് ബൈ 1.33 ദാറ്റ്സ് ഈക്വൽ ടു 2.5. ദെൻ ലാസ്റ്റ് പ്രോഡക്റ്റ് ഏതാണ്? ലെമണൈറ്റ് ഓക്കെ, എല്ലിൻ്റെ കേസിൽ റിട്ടേൺ പെർ ഫാക്ടറി അവർ എന്ന് പറയുന്നത് 7.5 ആയിരുന്നു. 7.5 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ എന്ന് പറയുന്നത് 20 ആയിരുന്നു. 7.5 ഡിവൈഡഡ് ബൈ 20 ദാറ്റ്സ് ഈക്വൽ ടു 0.38. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പ്രോഡക്റ്റിലുമുള്ള ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി അക്കൗണ്ടിങ് റേഷ്യോ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏതാണ് പ്രോഫിറ്റബിൾ? എം വേണോ, എച്ച് വേണോ, ജി വേണോ, എൽ വേണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് എന്ന് പറയുന്നത് 2.5 ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് 2.5 ആണ്. ഓക്കെ, അപ്പോൾ 2.5 ആണ് ഇവിടെ ഹയസ്റ്റ് വരുന്ന ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് ജി ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഈ 4 ഓപ്ഷനിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് ജി ആയിരിക്കും. കാരണം എം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. ഓക്കെ, 1.67 ആണ്. എച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇല്ല, 0.81 ആണ്. അപ്പോൾ 1ൽ താഴെയാണ്, അപ്പോൾ ലോസ് ആണ്. ദെൻ ജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉണ്ട്, 2.5 ആണ്. ദെൻ എൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്? 0.38 ആണ്, ലോസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നത് ജി ആണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ജി ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. 2.5 പ്രോഫിറ്റബിലിറ്റി വരുന്നതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജിയോതൈറ്റ് ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്പർ ഓഫ് പ്രോഡക്ട്സിൽ ഏത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതിൽ ഹയസ്റ്റ് തരുന്ന പ്രോഡക്റ്റ് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഓൾ ടുഡേ. താങ്ക് യു.